ഓൺലൈൻ പർച്ചേസിൻ്റെ കാലമാണിപ്പോൾ. നാട്ടിലൊക്കെ കറങ്ങി നടന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ മടിയുള്ള കാലം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിലോ? അത്തരമൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് 3 യുവ എഞ്ചിനീയർമാർ. ഡിസൈഡ് പ്രൈസ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഇത് പ്രധാനമായും കടക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇതുവഴി കടക്കാർക്ക് സ്വന്തം ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാം. എൻ്റെ പേര് രാജേഷ് എന്നാണ്. ഞാൻ ഓഗിൾസ്പാർക്ക് ടെക്നോളജീസിൻ്റെ CEO ആണ്. ഞങ്ങൾ ഓഗിൾസ്പാർക്ക് ടെക്നോളജീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 3 വർഷം മുമ്പെയാണ്. ഞങ്ങളൊരു ചെറിയൊരു കാര്യവട്ടത്തൊരു വീട് എടുത്തതിന് ശേഷമാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കോഫൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അജേഷും അനിലുമാണ്. അതിനുശേഷം ഞങ്ങൾ അവിടെ കുറച്ച് ഫ്രീലാൻസ് വർക്ക്സ് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ജനറൽ ഹോസ്പിറ്റലിൽ ചെറിയൊരു ഓഫീസ് എടുത്തു, ഒരു 4 പേർക്ക് ഇരിക്കാനുള്ള സ്പേസ്. അതിനുശേഷം ഞങ്ങൾ ഓഗിൾസ്പാർക്ക് എന്നുള്ള ഫേം കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം നമ്മൾ 1.5 വർഷത്തോളം നമ്മളവിടെ വെബ് ഡിസൈനിങ്ങും വെബ് ആപ്പ് ഡെവലപ്മെൻറ്റും ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസും ഒക്കെ ഔട്ട്സോഴ്സിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് നല്ല ക്ലയൻറ്റ്സ് ഉണ്ടായിരുന്നു. സോണി, സ്റ്റാർബക്സ്, പിന്നെ ഫ്ലൈയിങ് മെഷീൻ, അങ്ങനെയുള്ള കുറച്ച് കമ്പനീസിന് വേണ്ടി ഔട്ട്സോഴ്സിങ് വർക്ക്സ് ചെയ്യുന്നുണ്ടായിരുന്നു. രാജേഷും ഒരുമിച്ച് കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ സ്വന്തമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പല ടെക്നിക്കൽ ബ്ലോഗ്സും അതുപോലെ ചെറിയ ചെറിയ വർക്ക്സും എല്ലാം ചെയ്തു തുടങ്ങിയിരുന്നു. അതിനുശേഷം കോളേജിൽ നിന്ന് പോയതിനു ശേഷം ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോവുകയും രാജേഷ് അവൻ്റെ സ്റ്റഡീസിലേക്ക് പോവുകയും ചെയ്തു. അവിടെ കമ്പനി വർക്ക് ചെയ്തുകൊണ്ട സമയത്തും ഞങ്ങൾ ചെറിയ ചെറിയ പ്രോജക്ട്സ് എല്ലാം ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് ഓരോ ഇതിലും ഇത് വന്നപ്പോഴത്തേന് പലപ്പോഴും കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴും ആ ഓരോ പ്രൊജക്റ്റിൻ്റെയും വളരെ ചെറിയ ചെറിയ പോർഷൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ നമുക്ക് അറിയുകയോ ഒന്നും ചെയ്യാറില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ എന്തുകൊണ്ട് സ്വന്തമായിട്ടൊരു ഇത് ചെയ്തുകൂടാ എന്ന് ചിന്തിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ആദ്യം ഒരു ചെറിയ ചെറിയ വർക്കൊക്കെ എടുത്ത് ആദ്യം ഞങ്ങൾ ചെയ്തു തുടങ്ങുകയും ചെയ്തു. അതിനുശേഷം വർക്കുകൾ കൂടി വന്നപ്പോൾ ഞങ്ങൾ ഒരു പ്രൈവറ്റ് ഫേം രജിസ്റ്റർ ചെയ്ത് അതിൽ ചെയ്തു തുടങ്ങി. അതിനുശേഷമാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഇൻവോൾവ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. ഞങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഡിസൈഡ് പ്രൈസ് എന്നാണ്. ഇത് ഒരു ലോക്കൽ ഇ-കൊമേഴ്സ് പോർട്ടലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോക്കലായിട്ടുള്ള മെർച്ചൻസിന് ഓൺലൈൻ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പോർട്ടലാണ്. സാധാരണ കച്ചവടക്കാർക്ക് ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് 1 ലക്ഷം രൂപയോ 1.5 ലക്ഷം രൂപയോ അതിനകത്ത് ചിലവ് വരും. ഞങ്ങളുടെ പോർട്ടൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചിലവ് വളരെ കുറവായിട്ട് മന്ത്ലി സബ്സ്ക്രിപ്ഷനായിട്ടാണ് നമ്മളിത് അവർക്ക് കൊടുക്കുന്നത്. ഇവർക്ക് ഉള്ള ഏറ്റവും വലിയ ഡിസൈഡ് പ്രൈസിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ജിമെയിൽ സൈനപ്പ് ചെയ്യാനും അറിയാവുന്ന ഒരു വ്യക്തിക്ക് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു പോർട്ടൽ ഉണ്ടാക്കാം. 3 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഓരോ ഷോപ്പിനും അവരുടെ ഓൺലൈൻ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ഒരു മർച്ചൻ്റ് അവരുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ദെൻ ഒരു ഷോപ്പ് ക്രിയേറ്റ് ചെയ്യുക, ദെൻ അവരുടെ പ്രൊഡക്ട്സ് അതിൽ ആഡ് ചെയ്യുക. ഓരോ മർച്ചൻസിനും അവരുടെ പ്രൊഡക്ട്സ് ആഡ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി നമ്മളുടെ ഡിസൈഡ് പ്രൈസ് പ്രൊഡക്റ്റ് കാറ്റലോഗിൽ ഡിഫറെൻറ്റ് കാറ്റഗറീസിലായിട്ട് 50,000 മേൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ഷോപ്പിനും അവർക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ആ ജസ്റ്റ് കാറ്റഗറിയിൽ നിന്നും അവരുടെ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓരോ പ്രൊഡക്ട്സിനും അവർക്ക് എന്തെങ്കിലും ഓഫേഴ്സോ അതേപോലെ എന്തെങ്കിലും ചില പ്രൊഡക്ട്സ് അവർക്ക് കൂടുതലായിട്ട് സെല് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ ഓരോ പ്രൊഡക്ട്സും അവർക്ക് ഫീച്ചേർഡ് കാറ്റഗറിയിലേക്കും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഓരോ പ്രൊഡക്ട്സും ആഡ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് അവരുടെ പ്രൊഡക്ട്സ് ആഡ് ചെയ്തതിന് ശേഷം അവർക്ക് അവരുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. For every product, marketing is the main factor. നമ്മൾ ഈ പ്രൊഡക്റ്റ് ഡിസൈഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുമ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് മാത്രം ഒരു ഐഡിയ വെച്ചാൽ തുടങ്ങിയത്. പക്ഷേ മാർക്കറ്റിൽ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും,
മെർച്ചൻസും കസ്റ്റമേഴ്സ് നമ്മൾ പോർട്ടൽ യൂസ് ചെയ്യൂല, വെദർ ദേ വിൽ ബി ബെനിഫിറ്റഡ് യൂസിങ് അവർ പോർട്ടൽ, അതൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. പിന്നെ ബേസിക്കലി എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ടീം മെമ്പേഴ്സിനോട് സംസാരിച്ച് ഞാൻ ഒരു 4 സിറ്റീസ് കവർ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി. 4 സിറ്റീസിനകത്ത് ഒന്ന് ട്രിവാൻഡ്രം, കൊച്ചിൻ, ചെന്നൈ ആൻഡ് ഹൈദരാബാദ്. എൻ്റെ മൈൻഡിൽ ഒരു മെയിൻ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി മർച്ചൻസിനോടും കസ്റ്റമേഴ്സിനോടും ബേസിക്കലി മെർച്ചൻസിനോട് പോയി സംസാരിച്ച് നമ്മളൊരു പ്രൊവൈഡ് ചെയ്യാൻ ഐഡിയ വെദർ ദേ വിൽ യൂസ് ഇറ്റ് ഓർ നോട്ട്. ദാറ്റ് വാസ് മെയിൻലി വാട്ട് വാസ് ഇൻ മൈ മൈൻഡ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിവാൻഡ്രം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ഷോപ്സിൽ പോയി കയറുമ്പോൾ അറ്റ് ഫസ്റ്റ് ഒരു പുതിയൊരു ഇ-കൊമേഴ്സ് പ്രൊഡക്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു they are not willing, but as I tell them the idea, they are willing to listen to me. And when I completed my research in Trivandrum, almost more than 25 plus shops, means local shop merchants, not big shop merchants, but local shop merchants, they were interested in our product. And it was giving me a very good response. And ഈ ഒരു കാരണം ഞാൻ വിചാരിച്ചു എന്നാൽ എൻ്റെ ഈ ഒരു റിസർച്ച് കൂടുതൽ കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് അടുത്ത് എറണാകുളത്ത് പോയി. എറണാകുളം നല്ല ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. പിന്നെ ചെന്നൈയും ഹൈദരാബാദ് ഞാൻ ഇത് പോയപ്പോൾ അവിടെ ഓൺലൈൻ മാർക്കറ്റിംഗ് ഇ-കൊമേഴ്സ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അവിടെയുള്ള ലോക്കൽ മെർച്ചൻസ് ദേ ഹാവ് നോ ഐഡിയ വാട്ട് ടു ഡു, ബിക്കോസ് ഫോർ എ ഇ-കൊമേഴ്സ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ഇഫ് ദേ വാണ്ട് ഇറ്റ് ഓൺ ദർ ഓൺ, അവർക്ക് ഒത്തിരി പൈസ ചിലവാക്കിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. പക്ഷേ വെൻ ഐ ടോക്ക് ടു ദെം ദാറ്റ് വിതിൻ ഫോർ ഫ്യൂ $1,000 യു ക്യാൻ അച്ചീവ് യുവർ ഓൺ ഇ-കൊമേഴ്സ് പ്രൊഡക്റ്റ്. അപ്പോൾ ഈ ഒരു ഐഡിയ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഐഡിയയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പലപ്പോഴും നമ്മൾ പല പ്രൊഡക്ട്സും വാങ്ങുന്ന സമയത്ത് ഓൺലൈനായിട്ടായിരിക്കും കൂടുതൽ വാങ്ങിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് പെട്ടെന്ന് കിട്ടേണ്ട ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ആ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടാറില്ല. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് വരാറുണ്ട്. ഇപ്പോൾ നമുക്ക് പോയി വാങ്ങിക്കാൻ ഒരു അടുത്തുള്ള ഒരു ഷോപ്പായിരിക്കും, പക്ഷേ ട്രിവാൻഡ്രത്തിനുള്ള അങ്ങനെ ഒരു ഷോപ്പായിരിക്കും. പക്ഷേ എന്തുകൊണ്ട് നമുക്ക് അവിടുന്ന് ഓർഡർ ചെയ്ത് പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൂടാ എന്ന് ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങിയത്. അങ്ങനെയാണ് പിന്നീട് ഓരോ മെർച്ചൻസിനും, അതായത് ഓരോ ലൊക്കേഷനിലുള്ള ഓരോ ഷോപ്പുകൾക്കും അവരുടെ പ്രൊഡക്ട്സ് ഓൺലൈനായിട്ട് അവർക്ക് ഇങ്ങനെ വിൽക്കണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ്, സ്വന്തമായിട്ടൊരു ഓൺലൈൻ വെബ്സൈറ്റ് ഇല്ലാത്തത് അവർക്കൊരു വലിയ പ്രോബ്ലമാണ്. അപ്പോൾ അതിന് ഒരുപാട് കോസ്റ്റ് അവർക്ക് വരുന്നതുകൊണ്ടാണ് അവരത് യൂസ് ചെയ്യാത്തത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തുകൊണ്ട് എങ്ങനെ അവർക്ക് വളരെ കുറഞ്ഞ കോസ്റ്റിൽ ഓൺലൈൻ സെയിൽസ്, അതായത് ഓൺലൈൻ സ്റ്റോർ അല്ലെങ്കിൽ ഓൺലൈൻ വെബ്സൈറ്റ് എങ്ങനെ അവർക്ക് സ്റ്റാർട്ട് എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. ഒരു സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ JK മൊബൈൽസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഓൺലൈൻ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ 1 ലക്ഷം രൂപ ഒരിക്കലും അവർ മുതൽ മുടക്കത്തില്ല. അപ്പോൾ അവരുടെ അടുത്ത് ചെന്ന് ഞങ്ങൾ സംസാരിച്ച സമയത്ത് അവർക്ക് ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഓൺലൈൻ സൈറ്റുകളിൽ വന്നതോടുകൂടി ഇവിടുത്തെ കേരളത്തിലുള്ള ഒട്ടുമിക്ക കുറേ ഇലക്ട്രോണിക്സ് മൊബൈൽ ഷോപ്സ് അങ്ങനെയുള്ള എല്ലാ ആൾക്കാരുടെയും സെയിൽസ് ഭയങ്കര കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് കച്ചവടക്കാർക്ക് വേണമെന്നുണ്ടെങ്കിലും ഓൺലൈൻ ആവാനുള്ളൊരു പോർട്ടലാണ് ഡിസൈഡ് പ്രൈസ് എന്നുള്ളത്. പിന്നെ ഉള്ളത് ഇവരുടെ പേരിൽ തന്നെയാണ് നമ്മൾ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. സൂപ്പർ മാർക്കറ്റിൻ്റെ പേര് ഇപ്പോൾ ജസ്റ്റ് ഒരു അശ്വതി സൂപ്പർ മാർക്കറ്റാണെന്ന് വെക്കുക. അപ്പോൾ അവർക്ക് ashwati-supermarket.com എന്നുള്ള പേരിൽ അവർക്ക് അവരുടെ പ്രോഡക്റ്റ്സ് അവർ വിറ്റഴിക്കുന്ന വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഗ്രോസറി ഐറ്റംസ്, ഹൗസ് ഹോൾഡ് സ്റ്റഫ്സ് അതെല്ലാം നമ്മുടെ സൈറ്റ് വഴി ജസ്റ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ സാധനം അവരുടെ കസ്റ്റമറിലേക്ക് നമുക്ക് വിറ്റഴിക്കാൻ പറ്റും. അവർ ജസ്റ്റ് അവർ ബ്രൗഷർ അടിക്കുന്ന സമയത്തോ മാർക്കറ്റ് ചെയ്യുന്ന സമയത്തോ ashwati-supermarket.com കയറി കഴിഞ്ഞാൽ അവർക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നത്. ഈ ashwati-supermarket.com കയറി കഴിഞ്ഞാൽ അവർ വിൽക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിസ്റ്റിങ് നമുക്ക് പിക്ചറുണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, എല്ലാ പ്രൈസ് ഉണ്ട്, എല്ലാ ഡീറ്റെയിൽസും ഒരു അവരുടെ കസ്റ്റമേഴ്സിന് കാണാൻ പറ്റും. ഈ സാധനം മേടിച്ചാൽ ഉടനെ തന്നെ ഈ സൂപ്പർ മാർക്കറ്റിലിരിക്കുന്ന ഒരാൾക്ക് ഇമെയിൽ
മൊബൈൽ SMS ലൈവ് നോട്ടിഫിക്കേഷൻ പോകുന്ന ഒരു ഫീച്ചർ ഡിസൈഡ് പ്രൈസിലുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ ഇരുന്നാലും നമുക്ക് ആ ഓർഡേഴ്സ് കറക്റ്റ് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഓൺലൈൻ വെബ്സൈറ്റ് ഇല്ല എന്ന്, ഓൺലൈൻ നമ്മുടെ പ്രോഡക്റ്റ് വിറ്റഴിക്കാൻ ഒരു ഓൺലൈൻ വെബ്സൈറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ പോകുന്നത് ഡിസൈഡ് പ്രൈസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തടയാൻ പറ്റും. ഫ്യൂച്ചർ പ്ലാൻസ് ഓഫ് ഡിസൈഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ വി ആർ ഹാവിങ് ഒരുപാട് VCസിനോടും ഇൻവെസ്റ്റേഴ്സൊക്കെ നമ്മൾ ടോക്സ് നടക്കുന്നു. കാരണം നമുക്ക് ഒരു നല്ല പോസിറ്റീവ് റെസ്പോൺസ് കസ്റ്റമേഴ്സിന് അതിന് കിട്ടണമുണ്ട്. നമ്മൾ VCസിനോടൊക്കെ നമ്മൾ ഡിസൈഡ് പ്രൈസിന് ഫ്രം കേരള ടു ദി വേൾഡ് കൊണ്ടുപോകാനുള്ള ഒരു ആഗ്രഹമുണ്ട്. നമ്മൾ VCസിനോടൊക്കെ നമ്മൾ ഒരുപാട് ഈ ടോക്സും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ആൻഡ് ക്വൈറ്റ് എ ഫ്യൂ VCs ആർ ഇൻട്രസ്റ്റഡ് ഇൻ അവർ പ്രോഡക്റ്റ്. പിന്നെ നമ്മൾ ഡിസൈഡ് പ്രൈസിന് കമ്മിങ് 2 ഇയേഴ്സിന് ഓൾ ഓവർ ഇന്ത്യ സ്കെയിൽ ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. ഔട്ട് ഓഫ് ദി ബോക്സിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് എഴുതുക outofthebox@mbnews.in. നമസ്കാരം.